നമസ്കാരം. നിലമ്പൂരിലെ അൻവർ MLA വിഷയമാണ് കേരള രാഷ്ട്രീയം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ ഒരു വേർഷൻ പറഞ്ഞതിന് ശേഷം വിനോദിനോട് പറയാം. പിന്നെ ആ, ശരിക്കും വേറൊരു പാർട്ടി ഉണ്ടാക്കും എന്നുള്ള രൂപം ഉണ്ടെങ്കിലും ആദ്യ സമയം ഞാൻ വിചാരിച്ച ഒരു കാര്യം, ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് പോയാൽ 100% സേഫ് ആയിരുന്നു എന്നുള്ളതാണ്. ഞാൻ ഒന്നുകിൽ കോൺഗ്രസിലേക്കോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിലേക്കോ പോയാൽ സേഫ് ആയിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ച കാര്യം. അത്തരം അണികളെ ഉണ്ടാക്കേണ്ട ഒരു ചുമതല ഉണ്ടാവില്ല. പക്ഷെ അൻവർ എടുത്ത തീരുമാനം എത്രത്തോളം ശരിയാണ് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട്. അൻവർ എടുത്ത തീരുമാനം വല്ലാത്ത രീതിയിലേക്ക് ഹൈപ്പ് കിട്ടാത്ത രീതിയിലേക്കും പോവാം. നേരെ മറിച്ച് ഹൈപ്പ് വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലേക്കും പോവാം. കാര്യം കേരള സംസ്ഥാനത്തില് ശരിക്കും പിണറായി സർക്കാരുമായി സ്റ്റാലിൻ വലിയ രീതിയിലേക്കുള്ള അടുപ്പവും കാണിച്ചിട്ടുണ്ട്. വലിയ രീതിയിലേക്കുള്ള സഹായം, അദ്ദേഹം നല്ല രീതിയിലേക്കാണ് പെരുമാറുന്നത്. ഒരു ഒരു വലിയ അഭിപ്രായ വ്യത്യാസമില്ലാത്ത രീതിയിലേക്ക് തമിഴ്നാട് നമ്മളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. കാര്യം അരവിന്ദ് കെജ്രിവാള് ഇവിടെ വരാൻ സാധ്യതയില്ലാത്തത്, അരവിന്ദ് കെജ്രിവാളിന് വല്ലാത്ത രീതിയിലേക്ക് ഇവിടെ വരാത്തത് അദ്ദേഹം ഒരു ഹിന്ദിക്കാരനായതുകൊണ്ടാണ്. അതിനപ്പുറത്തേക്ക് ഒരുപാട് സംസ്ഥാനങ്ങൾ താണ്ടിയുള്ള ഒരു സ്ഥലമായതുകൊണ്ടാണ്. നേരെ മറിച്ച് തമിഴ്നാട് എന്ന് പറയുമ്പോൾ നമ്മുടെ അയൽപ്പക്കമാണ്. തമിഴ്നാട്ടിലെ എല്ലാവിധ ആനുകൂല്യങ്ങളും അതോടെ കൂടുതലായിട്ട് ശരിക്കും അരവിന്ദ് കെജ്രിവാൾ കൊടുക്കുന്നുണ്ടെങ്കിലും, പക്ഷെ തമിഴ്നാട്ടിൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ ശരിക്കും നമ്മൾ ആസ്വദിച്ചറിയുന്നുണ്ട്. അവിടുത്തെ തമിഴ്നാടിനെ ശരിക്കും എന്തുണ്ട്, കേരളം ശരിക്കും നോക്കി കാണുന്നുണ്ട്. നമ്മുടെ അയൽപ്പക്കത്തിനപ്പുറത്തേക്ക് വലിയ രീതിയിലേക്ക് നമ്മളെ ഒരു സുഹൃബന്ധം കാത്ത് സൂക്ഷിക്കുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ സ്ത്രീകൾക്ക് വളരെയധികം സൗകര്യപ്രദമായ രീതിയിൽ പല പദ്ധതികളുണ്ട്. മാസം 1000 രൂപ സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ബസ് യാത്ര സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് വീടുകൾ പല സ്ഥലത്തും പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. അത്രയൊക്കെ വലിയ രീതിയിലേക്കുള്ള ഡെവലപ്മെന്റുകൾ കാണുന്നതാണ്. ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട്, ചെറിയ കാര്യങ്ങളെ നമുക്ക് പറയാനില്ല. അപ്പൊ അത്തരം രീതിയിലേക്ക് ഇവിടെ ഡെവലപ്മെന്റ് വരാൻ സാധ്യത ഉണ്ടോ എന്ന് കുറച്ച് ആളുകൾ ചിന്തിച്ചാൽ നമുക്ക് തെറ്റു പറയാതിരിക്കാൻ കഴിയില്ല. കാര്യം ആം ആദ്മി പാർട്ടിയെ ചിന്തിക്കുന്നതിലും കൂടുതലായിട്ട് ശരിക്കും തമിഴ്നാടിനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. കാര്യം തൊട്ട അയൽവാക്ക എല്ലാവരും ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന സ്ഥലത്ത് പോയിട്ടുണ്ടാവില്ല. പക്ഷെ തമിഴ്നാട്ടിലെ മിക്കവാറും ആളുകളൊക്കെ പോയിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഇത് ഒരു തരത്തില് അൻവറിന് ശരിക്ക് സ്റ്റാലിൻ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചാൽ, 2-3 തവണ ഇവിടെ വന്നാൽ 100% അദ്ദേഹത്തിന്റെ ലക്കി തന്നെ ആയിരിക്കുന്നതാണ്. അൻവറിന്റെ ചരിത്രം വെച്ച് അൻവർ ശരിക്കും നല്ലൊരു രാഷ്ട്രീയക്കാരനാണ്. PC ജോർജിനോട് ഉപമിക്കാൻ പറ്റുന്ന ഒരാളാണ്. അത് അബദ്ധം PC ജോർജ് പറഞ്ഞിട്ടുണ്ട്. അബദ്ധത്തിൻ്റെതായുള്ള ലെവലിലേക്ക് PC ജോർജ് അതിന് അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അൻവറിന്റെ രാഷ്ട്രീയം അറിയില്ല എന്ന് പറയുമ്പോൾ അൻവറിന് വ്യക്തമായ രാഷ്ട്രീയം അറിയുന്നതാണ്. പ്രത്യേകിച്ച് ശ്രീ പിണറായി വിജയൻ, നമ്മുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനിലും ഓരോ പോസ്റ്റിനും വാല്യൂ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഒരുപാട് പാർട്ടിക്കാരടക്കം വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് തമിഴ്നാട്ടിലെ ഒരു പാർട്ടിയിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ പല രീതിയിലേക്ക് കുറ്റപ്പെടുത്തൽ കാണുമ്പോൾ അതിന് നല്ല വശങ്ങളും ഉണ്ട് എന്ന് ഞാൻ പറയും. കാര്യം ഇത് ഒരു പരീക്ഷണമാണ്. എല്ലാതും പരീക്ഷണമാണ്. ഇപ്പോ ഇദ്ദേഹം കോൺഗ്രസിലേക്ക് പോയാലും ഇദ്ദേഹം മുസ്ലിം ലീഗിലേക്ക് പോയാലും അതൊരു പരീക്ഷണമാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ ഏകദേശം അദ്ദേഹത്തിന് നല്ല രാഷ്ട്രീയ ഭാവിയുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം അദ്ദേഹം ഒരു രാജാവാണ്. ശരിക്കും നിലമ്പൂരിലെ രാജാവാണ് എന്ന് തന്നെ പറയണം. അദ്ദേഹത്തെ നേരിട്ട് എന്റെ നല്ല ഒരു ബന്ധമുള്ള ആളുകൂടെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ കൂടെ കുറച്ച് പരിവാരങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അദ്ദേഹം നല്ലൊരു രാജാവിന് നല്ലൊരു പൊളിറ്റിക്കൽ ലീഡർ തന്നെയാണ്. അതിനപ്പുറത്തേക്ക് എത്രത്തോളം ഇതിനെ മാറ്റിമറിക്കാൻ കഴിയും എന്നുള്ളത് നമുക്ക് വരുന്ന തലമുറ തന്നെ കാണണം. വിരാട്ടാ, എന്റെ ഒരു വേർഷൻ ഞാൻ പകുതിയോളം ആക്കി വെച്ചേക്കാണ്. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഒരു വേർഷൻ പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങൾ പിടിയിട്ടുണ്ടാവും, പറയാം. അല്ല, അൻവറിനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംഭവം, ഇപ്പം നിയമസഭ കൂടാൻ പോകുന്നു. നിയമസഭ കൂടാൻ പോകുന്ന സമയത്ത് അദ്ദേഹം ഇരിക്കണം എന്ന് ആവശ്യപ്പെട്ടത് അദ്ദേഹം പ്രതിപക്ഷത്തിന്റെ കൂടെ ഇരിക്കണം എന്നല്ല ആഗ്രഹിച്ചത്. അദ്ദേഹം വേറെ ബ്ലോക്കായിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ സ്പീക്കർ പറയുന്നു, നിങ്ങൾ വേറെ ബ്ലോക്കും ഒന്നുമില്ല, ഭരണപക്ഷത്തും ഇല്ല, നിങ്ങളുടെ സീറ്റ് പ്രതിപക്ഷത്താണ് എന്ന് സ്പീക്കർ അദ്ദേഹത്തിന്റെ ഒരു തീരുമാനം. എന്താ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? അതായത് ഭരണകക്ഷി MLA ആയിരുന്ന, അല്ലെങ്കിൽ അതിൻ്റെ പാർലമെന്ററി പാർട്ടിയിൽ ഉണ്ടായിരുന്ന അൻവർ ഇപ്പോൾ എന്തായിരിക്കുന്നു, ഇടതുപക്ഷത്തിന്റെ പാർലമെന്ററി പാർട്ടിയിൽ ഇല്ല. പകരം അദ്ദേഹം UDF-നോടൊപ്പമാണോ അല്ലേ എന്നുള്ളതല്ല, അത് പ്രതിപക്ഷത്തായിരിക്കുന്നു. അപ്പൊ അതിൽ സംഭവിച്ച പ്രധാനപ്പെട്ട മാറ്റമാണത്. അപ്പോൾ ആ മാറ്റത്തിലേക്ക് നയിച്ച കാരണം എന്ന് പറയുന്നത്, അദ്ദേഹം ഇപ്പോഴുള്ള പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെതിരായി അദ്ദേഹം മുന്നോട്ട് വെച്ച ഒട്ടേറെ വിഷയങ്ങൾ, ആ വിഷയങ്ങൾ സൃഷ്ടിച്ച അലയൊലികൾ ഇപ്പോഴും അടങ്ങിയിട്ടില്ല. അപ്പോൾ
ഇപ്പോൾ ADGP-യെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി എന്ന് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ഒരു ക്ലാസ്സിൽ നിന്ന് വേറൊരു ക്ലാസ്സിലേക്ക് മാറ്റിയിരുത്തുക മാത്രമാണ് ചെയ്തത്. വേറെ ഏതൊരു അച്ചടക്ക നടപടിയൊന്നും അല്ല, ശിക്ഷാ നടപടിയൊന്നും അല്ല എന്നുള്ള തരത്തിലൊക്കെയുള്ള ഇന്റർപ്രിട്ടേഷൻസ് നടക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അൻവർ എന്നുള്ള ഒരാൾ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രതിപക്ഷത്തെക്കാൾ ഗ്രാവിറ്റിയോടുകൂടി ഇന്റൻസിറ്റിയോടുകൂടി ഭരണകൂടത്തെ പിണറായി വിജയനെ എതിർക്കുന്ന ഒരു നേതാവായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം അദ്ദേഹം ഒരു ക്രൗഡ് പുള്ളറാണ് എന്നുകൂടി തെളിയിച്ചു കഴിഞ്ഞു. അത് ഇപ്പം നിലമ്പൂരിലാണെങ്കിലും കഴിഞ്ഞ ദിവസം മഞ്ചേരിയിലാണെങ്കിലും അതിന് തൊട്ട് മുമ്പ് കോഴിക്കോട്ട് നടത്തിയ വലിയ സമ്മേളനങ്ങളിലാണെങ്കിലും വൻതോതിൽ ആളുകളെ ആകർഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ബാബു, ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരളം പോലെ മുന്നണി രാഷ്ട്രീയം എത്രയോ പതിറ്റാണ്ടുകളായി, എനിക്ക് തോന്നുന്നു ആദ്യ കാലം മുതൽ തന്നെ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ ഇങ്ങനെ ഒരു പുതിയ കക്ഷി ഈ സിനാരിയോയിലേക്ക് വരുന്ന സമയത്ത് അത് എവിടെ പ്ലേസ് ചെയ്യപ്പെടും എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നേരത്തെ ഈ പറഞ്ഞ ആം ആദ്മി പാർട്ടിക്കും ഇവിടെ വന്ന സമയത്ത് ഫസ്റ്റ് പാർലമെന്റ് ഇലക്ഷനിൽ നല്ല ശ്രദ്ധേയമായ പ്രകടനം നടത്താനൊക്കെ കഴിഞ്ഞിരുന്നു. സ്ഥാനാർത്ഥികൾക്കൊക്കെ ധാരാളം വോട്ടുകളൊക്കെ കിട്ടിയിരുന്നു. അതൊരു പുതിയ സൂര്യോദയമാണോ എന്ന ഒരു ആശങ്കയിലേക്ക് ഇവിടുത്തെ മുന്നണിയിലെ കക്ഷികൾ പോലും പോയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതിനെന്ത് സംഭവിച്ചു? അതിലപ്പുറമാണ് ബി ജെ പി ഇത്രമാത്രം ഫണ്ടും ഇത്രമാത്രം സമയവും ഇത്രമാത്രം അധ്വാനവും വലിയ തോതിലുള്ള സ്ട്രാറ്റജികളും ഒക്കെ പ്രയോഗിച്ചിട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഒരു കൺവിൻസിങ് ഫാക്ടറായി ജനങ്ങളുടെ മുമ്പിലേക്ക് വരാൻ BJP-ക്ക് പോലും കഴിഞ്ഞില്ല. അതില് പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ട്. BJP-യെ നമ്മളറിയാം, BJP ന്യൂനപക്ഷ വേട്ട എന്നുള്ള സാധനത്തിലേക്ക് ഉൾപ്പെടുത്തിയ സംഭവമാണ്. കാര്യം അതിനപ്പുറത്തേക്ക് വിനോദം പറയുന്നത് എനിക്ക് എന്തോ ചെറിയ ആവട്ടെ, ഞാൻ പറയട്ടെ, കശ്മീരിൽ ഞാൻ പറയട്ടെ, എന്തോ ആവട്ടെ എന്ന് പറയുന്നതിന്റെ അപ്പുറത്തേക്ക് എന്തായിരുന്നു BJP എന്നത് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. അല്ല, ന്യൂനപക്ഷ വേട്ടയോ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കലോ ഇതൊന്നും അല്ല വിഷയം. വിഷയം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അവർക്ക് പലതരത്തിലുള്ള കാഴ്ചപ്പാടുകൾ പല പാർട്ടികൾക്ക് ഉണ്ടാവും. അവർ പ്ലേസ് ചെയ്യപ്പെടുന്ന സമയത്ത് ഓരോ സംസ്ഥാനത്ത്, ഇപ്പോൾ ഗോവയിൽ ഈ പറയുന്ന രീതിയിൽ ക്രിസ്ത്യാനികൾക്ക് വലിയ ഡോമിനേഷൻ ഉള്ള സ്ഥലമാണ്. പക്ഷെ അവിടെ ഗോവയിൽ BJP ആണ് അവിടെ പിന്നെ അധികാരം ഉറപ്പിക്കുന്നത്. അങ്ങനെ തുടങ്ങി ഇപ്പോൾ നോർത്ത് ഈസ്റ്റിലേക്ക് പോയിട്ടുള്ള സംസ്ഥാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം BJP ഭരിക്കുന്നത്, അല്ലെങ്കിൽ BJP-യുടെ സഖ്യകക്ഷികളൊക്കെ ഭരിക്കുന്നത് അവിടെ മുഴുവൻ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായിട്ടൊന്നുമല്ല, പലയിടത്തും ക്രിസ്ത്യൻ ഡോമിനേഷനുള്ള മേഖലകളാണ്. അപ്പം അത് മാത്രമല്ല, ഇപ്പൊ കശ്മീരിൽ തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഭാഗങ്ങളിൽ അവര് ഏതാണ്ട് 20-25 സീറ്റോളം വരും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ നിലയിൽ ജമ്മു മേഖലയിൽ മാത്രമല്ല, ലഡാക്ക് മേഖലയിൽ ഉൾപ്പെടെ അവിടെ ബുദ്ധിസ്റ്റുകളുടെ ഡോമിനേഷൻ ഉള്ള സ്ഥലമാണ്. അവിടെ പോലും BJP-ക്ക് സീറ്റ്, ഇതെല്ലാം കേവലം ഈ പറയുന്ന മതം മാത്രമല്ല രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഫാക്ടർ എന്ന് കൂടി തെളിയിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് BJP-ക്ക് അങ്ങനെ ഇവിടെ ഇപ്പോൾ അങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ തന്നെ BJP-യെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഇപ്പോഴും ഭൂരിപക്ഷ ജനവിഭാഗം ആരാണ് കേരളത്തിൽ? 50+% ആർക്കുണ്ട്? ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് ഉണ്ട്. അതിൽ വലിയൊരു ശതമാനത്തെ ആകർഷിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അധികാരത്തിലേക്ക് വരാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതോടൊപ്പം അത്ര നേരിട്ട് എതിർക്കുന്ന, അങ്ങനെ ഉണ്ടല്ലോ, പ്രൈമറി ഒപ്പണന്റ് എന്നുള്ള നിലയിൽ മുസ്ലിങ്ങളെ കണക്കാക്കിയാൽ സെക്കൻഡറി ആയിട്ട് നിൽക്കുന്ന ക്രിസ്ത്യാനികളെ ഒരല്പം ചേർത്ത് പിടിക്കാനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട്. അധികാരത്തിലേക്ക് വരാൻ അത് മതിയാവും. അത് യഥാർത്ഥത്തിൽ ആ ഒരു കോമ്പിനേഷൻ, ആ ഒരു പിന്നെ എന്താ പറയാ, സോഷ്യൽ എഞ്ചിനീയറിംഗ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ BJP-യും അധികാരത്തിലേക്ക് വരാതിരിക്കൊന്നുമില്ല കേരളത്തിൽ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും കേരളത്തിൽ അവർക്ക് ഒരു ഇരിപ്പിടം നിയമസഭയിൽ ഇപ്പോഴും അവർക്കില്ല. പാർലമെന്റിൽ ഉണ്ടായി വന്ന സീറ്റിനെ സംബന്ധിച്ചുള്ള വിവാദമൊക്കെ നമ്മൾ കേട്ടല്ലോ. ഏതൊക്കെ തരത്തിൽ വളരെ ആർട്ടിഫിഷ്യലായി ഒരു ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു സീറ്റാണ്, ഒരു വിജയമാണ് തൃശ്ശൂരിൽ എന്നുള്ളത്. നേരത്തെ ഈ 79 സീറ്റുകളിൽ ചെയ്ത വോട്ടുകളും എണ്ണിയ വോട്ടുകളും തമ്മിലുള്ള അന്തരം അവിടെ നിന്ന് ജയിച്ചു വന്ന സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷത്തെക്കാൾ അധികമുണ്ട് എന്ന് കണ്ടെത്തിയ 79 സീറ്റുകളിൽ ഒന്നാണ് തൃശ്ശൂർ എന്നുള്ള തരത്തിൽ ടീസ്റ്റ സെത്തൽവാദിന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ പഠന സംഘം കണ്ടെത്തിയതിനെ സംബന്ധിച്ച് പോലും നമുക്കറിയാം. അപ്പോൾ ഇത് വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി ജയിച്ചു വരുന്നതെന്നും അതിന്റെയൊക്കെ അനുരണനങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതെന്നും നമ്മൾ കാണുന്നു, പൂരം കൽക്കുന്നത് ഉൾപ്പെടെ. ഞാൻ പറഞ്ഞു വരുന്നത്, അതൊക്കെ ഉണ്ടായിട്ടും അവർക്കൊന്നും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ഗ്രാഫ് ഉയർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവിടേക്കാണ് അൻവർ കടന്നു വരുന്നത്. അൻവർ എന്ന് പറഞ്ഞാൽ ഈസ് എൻ ഇൻഡിവിജ്വൽ. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള രാഷ്ട്രീയം എന്താണ്? നേരത്തെ അദ്ദേഹം കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസിൽ നിന്നുണ്ടായിരുന്ന ഇടയിളക്കത്തിന്റെ ഭാഗമായി കരുണാകരന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പാർട്ടി വിട്ട സമയത്ത് അദ്ദേഹം DIC ആയി മാറി. പിന്നീട് അദ്ദേഹം വീണ്ടും തിരിച്ച് കോൺഗ്രസിലേക്ക് പോയില്ല. അദ്ദേഹം LDF-ന്റെ സഹയാത്രികനായി മാറി. അതിനു മുമ്പ് സ്വതന്ത്രനായിട്ട് നിന്നു. ഇപ്പോഴും അദ്ദേഹം സ്വതന്ത്രനാണ്. LDF-നോടൊപ്പം നിൽക്കുകയും LDF-നോട് ശക്തമായി നിൽക്കുകയും രാഹുൽ ഗാന്ധിയുടെ DNA പോലും പരിശോധിക്കണമെന്ന് പറയുന്ന രീതിയിലേക്ക്, അതിനേക്കാൾ വലിയ, അങ്ങനെയുണ്ടല്ലോ, ഉപ്പിനേക്കാൾ വലുതായി ഉപ്പിലിട്ടത് എന്ന് പറഞ്ഞതുപോലെ അൻവർ പെരുമാറിയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ നിന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഇപ്പോൾ അൻവർ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന തരത്തിൽ തെറിച്ച് പുറത്തേക്ക് പോകുന്നത്.
ആ പുറത്തേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം തമിഴ്നാട്ടിൽ ചെന്നുവെന്നും DMK-യുമായി സഖ്യമുണ്ടാക്കാൻ ശ്രമിച്ചെന്നും ഞാൻ പറഞ്ഞ ഒരു വ്യക്തമായ ഒരു പദ്ധതി ഇല്ലാതെ ഒരാൾ ഇറങ്ങി തിരിച്ചാൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു കൊടുങ്കാടാണ്. അതിൽ വന്യമൃഗങ്ങളും ഈ ക്ഷുദ്രജന്തുക്കളും വിഷസർപ്പങ്ങളും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയ തോതിൽ മഹാമാരി പരത്തുന്ന കൊതുകുകളും ഒക്കെയുള്ള ഒരു വലിയ കാടാണ് രാഷ്ട്രീയം, പ്രത്യേകിച്ച് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം. അവിടേക്ക് കയ്യിൽ നിരായുധനായി പ്രവേശിക്കുന്ന ഒരു മനുഷ്യനെ പോലെയാണ് എനിക്ക് അൻവറിന്റെ കാര്യത്തിൽ ബോധ്യപ്പെടുന്നത്. അദ്ദേഹം വീണ് കഴിഞ്ഞു വെള്ളത്തിൽ. അദ്ദേഹം കിട്ടാനുള്ള കച്ചിത്തുരുമ്പ് എന്നുള്ള നിലയിലാണ് തമിഴ്നാട്ടിലെ ഘടകകക്ഷി. കാരണം ഈ രണ്ട് മുന്നണികളും അദ്ദേഹത്തെ ആ നിലയിൽ സ്വീകരിക്കാൻ, മാമോദീസ മുക്കിയെടുക്കാൻ തയ്യാറല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മറ്റൊരു പ്ലേസ് കണ്ടെത്തേണ്ടതുണ്ട്. അത് സ്വതന്ത്ര പരിവേഷത്തിൽ തുടങ്ങിയ ആളാണ്. ആ തുടങ്ങിയ നിലയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ എത്രമാത്രം അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്ന ആളുകളെ എന്റർടൈൻ ചെയ്യാൻ കഴിയും, അവരുടെ വിഷയങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നതൊക്കെ വലിയ ചോദ്യചിഹ്നമാണ്. ഇപ്പോൾ കാണുന്ന ആവേശം ദീർഘകാലം കൊണ്ടുപോകാൻ കഴിയില്ല. പ്രത്യേകിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം എടുത്ത് കഴിഞ്ഞ കാല ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് പറയാൻ തോന്നുന്നത്. തീർച്ചയായും നിലമ്പൂർ സുൽത്താൻ എന്ന് പറയുന്ന PV അൻവറിനെ ഇനിയുള്ള രാഷ്ട്രീയ ജീവിതം എന്തായിരിക്കുമെന്ന് കണ്ടു തന്നെ അറിയാം അല്ലെ. തീർച്ചയായിട്ടും. അപ്പോൾ നന്ദി, നമസ്കാരം.